ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1 രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. മെയിനായിട്ട് ഈ കഥ എഴുതിയിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ബഷീർ ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. നേച്ചറിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനൊക്കെ ആയിരുന്നു ബഷീർ. ഓക്കെ, ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള നമ്മുടെ ബഷീർ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പാത്തുമ്മയുടെ ആടൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. പാത്തുമ്മ, ആട്, പിന്നെ നെയ്യ് കെട്ട് നിന്ന് നബു, അങ്ങനെയൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെയുള്ള സ്വന്തം ചുറ്റുപാടും ഒക്കെയാണ് മെയിനായിട്ട് ബഷീറിൻ്റെ കഥകളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബഷീറിൻ്റെ കഥകളിൽ കോമഡി അല്ലെങ്കിൽ ഹാസ്യം കുറച്ചധികം അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഹാസ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവമുണ്ട്. ലോകത്തിലെ എല്ലാവർക്കും എന്ത് ചെയ്യണം, യുദ്ധമൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ, ലോകത്ത് യുദ്ധമൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ആളുകൾക്കൊക്കെ വരട്ടുചൊറി വരണം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ബഷീറിൻ്റെ ഒരു കഥയാണിത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇത് സ്നേക്ക് ആൻഡ് മിററിൽ കുറച്ചധികം ഹ്യൂമർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ സ്നേക്ക് ആൻഡ് മിറർ മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു വ്യക്തിൻ്റെ ശരീരത്തിൽ പാമ്പ് വന്ന് ചുറ്റി പിടിക്കുന്നുണ്ട്. അതും അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ ലൈഫിൽ വീട്ടിൽ നിന്നോ പുറത്തിറങ്ങുമ്പോൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ എന്തുണ്ടാവും, ചിലപ്പോൾ പാമ്പൊക്കെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ആളുകൾക്ക് ഒന്നിനെയും പേടി ഉണ്ടാവില്ല, എന്നാലും ചിലപ്പോൾ പാമ്പിനെ പേടി ഉണ്ടാവും, അല്ലെങ്കിൽ നായേനെ പേടി ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കണം. എന്തൊക്കെയാണ് ഇതിൽ എക്സാമിന് വരിക, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഓക്കെ, ഇതിൽ ഡോക്ടറിൻ്റെ ക്യാരക്ടർ, ഇതിലൊരു നായകനായിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചോദിക്കാറുണ്ട്. ലെറ്റർ, അദ്ദേഹം ഇത് നരേറ്റ് ചെയ്യുന്ന ലെറ്റർ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പാമ്പ് ചുറ്റിപ്പിടിച്ച ദിവസമുള്ള ഡയറി, പിന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് കടക്കാം. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ചാപ്റ്റർ പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്താണ് ചോദിക്കുന്നത്? ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? ചോദ്യം. അദ്ദേഹത്തിൻ്റെ കാര്യം വിവരിക്കുന്നതിന് മുന്നേ നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു പാമ്പ് നിങ്ങളെ ചുറ്റിയിട്ടുണ്ടോ? അല്ലേ, ചില കുട്ടികൾക്ക് അങ്ങനെ പറയാനുണ്ടാവും കാര്യങ്ങൾ. ചിലപ്പോൾ ഞാൻ എൻ്റെ അമ്മൂമ്മൻ്റെ വീട്ടിൽ പോയപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയപ്പോഴൊക്കെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന നമ്മുടെയൊക്കെ കസേരയുടെ അതിലൂടെയൊക്കെ പോയിട്ടുണ്ട്, ഞാൻ ഭയന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഓരോ കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ആളുകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആൾ ഓഫ് us ഫെൽ സൈലൻറ്റ്. ഓക്കെ, ഇതിലെ ഹീറോ എന്താ പറയുക, കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആളുകൾക്ക്, അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? വളരെ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദി ഹോമിയോപ്പത്ത്. ഹോമിയോപ്പത്ത് മീൻസ് ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. ആളുകളൊക്കെ ഇരുന്നിട്ട് അവിടെ ഈ ഹോമിയോപ്പതി ഡോക്ടറും അതുപോലെ കുറച്ച് ആളുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്നേക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിലോ സ്നേക്ക് ചുറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, ഈ ഹോമിയോപ്പതി ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതിലെ നായകനായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടർ അവിടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വല്ല യക്ഷീനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലേ, ഡെവിൾസിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഈ ഡോക്ടർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കാര്യം ഇവിടെ നരേറ്റ് ചെയ്യുക മീൻസ് വിവരിച്ചുകൊണ്ട് അദ്ദേഹം കഥ പറയുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. വി ലിസൺ അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂ വിത്ത് ദി ടെയിൽ എന്ന് പറഞ്ഞ കഥ.
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. ഈ ഡോക്ടറെ കഥ കേൾക്കാൻ വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, മിണ്ടാതിരിക്കുന്നുണ്ട്. ഇനി ഡോക്ടർ കഥ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. നോക്കി നോക്കിയേ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് എബൌട്ട് 10 o'clock. ഒരു ചൂടുകാലമാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടുകാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10 മണി ആയിട്ടുണ്ട്, ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. ഐ ഹാഡ് മീൽ അറ്റ് ദി റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഓക്കെ, മീൽസ് മീൻസ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വീട്ടിൻ്റെ ഉള്ളിലേക്ക്, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ഐ ഹിയർഡ് എ നോയ്സ്. ഓക്കെ, ഐ ഹിയർഡ് എ നോയ്സ് ഫ്രം എബവ് ആസ് ഐ ഓപ്പൺ ദി ഡോർ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് വന്ന് ഡോറൊക്കെ തുറന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്, എന്തോ ഒരു ചെറിയ ശബ്ദം. ഓക്കെ, ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദി റൂം. അല്ലേ, അപ്പോൾ ഇദ്ദേഹം ഒരു ഒച്ച കേട്ടപ്പോൾ അത് വല്ല എലികളൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അത് നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഫെമിലിയർ സൗണ്ട് എന്ന് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നേ കേട്ട് പരിചയമൊക്കെ ഉണ്ട്, അത് വല്ല എലികളൊക്കെ തട്ടും പുറത്തിലൂടെ ഓടിയതൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾക്ക് തോന്നുന്നത്, നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടറിന് തോന്നുന്നത്. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഷെയർഡ് ദി റൂം. അല്ലേ, ചില ആളുകൾക്ക് ചിലപ്പോൾ വേണമെങ്കിൽ പറയാം, എന്ത് പറയാം, ഞാനും റാറ്റുകളൊക്കെ ഈ റൂം എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുകയാണ്. കാരണം അത്രയും വൃത്തിഹീനമായിട്ടാണ് ആ റൂം കിടന്നിരുന്നത്. അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു റൂമാണ്, അതിനെക്കുറിച്ചൊക്കെ ഇതിൽ വിവരിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ എലികളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഓരോ വൃത്തിഹീനമായിട്ട് പേപ്പേഴ്സ് അത് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും, സ്കാറ്ററായിട്ട് ചെതറി കിടക്കുന്നുണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ ശേഷം ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റ് ദി കെറോസിൻ ലാമ്പ് ഓൺ ദി ടേബിൾ. അങ്ങനെ വീട്ടിലേക്ക് രാത്രി 10 മണിക്ക് ശേഷം എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് വരികയാണ്. അവിടെയുള്ള കെറോസിൻ മണ്ണെണ്ണ വിളക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു സൗണ്ട് കേട്ടു, ദെൻ വന്നു, കത്തിച്ചു, അവിടെ നിൽക്കുകയാണ്, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് അവിടെ നിൽക്കുകയാണ്. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. കറണ്ട് കണക്ഷനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണക്ഷനോ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു റൂമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. ഒരു ചെറിയൊരു റൂം അദ്ദേഹം വാടകയ്ക്ക് എടുക്കുക. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വേർ മേഗ്. മീൻസ് വളരെ കുറഞ്ഞ ഏണിങ്സേ കിട്ടിയിട്ടുള്ളൂ. അതായത് ഇപ്പോൾ അടുത്താണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടറായിട്ടുള്ളത്, ഹോമിയോപ്പതി ഡോക്ടറായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വേതനമുള്ളൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്ര ചെറിയൊരു റൂമിൽ എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം വാടകയ്ക്ക് നിൽക്കുന്നു. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആളെന്താണ്, 60 rupees മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകുള്ളൂ. ഓക്കെ, നമ്മൾ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കാറ് അല്ലെങ്കിൽ വീട് സെറ്റപ്പൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും, പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ എന്തില്ല, ഇയാളുടെ കയ്യിലില്ല. ഓക്കെ, ആകെ ഒരു 60 rupees ഉണ്ട് സ്യൂട്ട് കേസിൽ. അതിന് പുറമെ നോക്ക്, എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. അല്ലേ, കുറച്ച് ഷർട്ടും ഉണ്ട്, കുറച്ച് തുണികളും ഉണ്ട്, ധോത്തികളും ഉണ്ട്. ഇതാണ് ആകെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. ഓക്കെ, അത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരു കാര്യം കൂടി ഉണ്ട്. ഐ ആൾസോ പൊസസ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയർ. ഒരു ചെറിയൊരു ബ്ലാക്ക് കോട്ടും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്, ആകെയുള്ള സമ്പാദ്യമാണ്. കുറച്ച് തുണിയും കുപ്പായം, ഒരു 60 rupees, ഒരു കോട്ടും. ഇതാണ് ആരുടെ ആകെ സമ്പാദ്യം, നമ്മുടെ ഈ പറഞ്ഞ ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ ആകെയുള്ള സമ്പാദ്യം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതൊരു കഥ എന്ത് ചെയ്യാണ്, മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അതിന് പുറമെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ, അദ്ദേഹം ആരാണെന്ന് വിവരിച്ചു. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വസ്തുക്കളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 4th പാരഗ്രാഫ് പറയുന്നുണ്ട്, അദ്ദേഹം വന്ന് രാത്രി ആ ലൈറ്റൊക്കെ കത്തിച്ചവിടെ വെച്ചു അല്ലേ. അതിനുശേഷം ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്. അല്ലേ, ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, തിങ്സുകളൊക്കെ എണ്ണിയ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് കോട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഊരി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, തൂക്കുന്നുണ്ട്. ദെൻ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. അപ്പോൾ ആ ഉള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എല്ലാ വസ്ത്രങ്ങളൊക്കെ ഊരി വീട്ടിൽ വന്നൊരു മുണ്ടൊക്കെ എടുത്ത് ബാക്കിയുള്ളതൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. ഐ ഓപ്പൺ ദി 2 windows in the room. It was an outer room with one wall facing the open yard. ഓക്കെ, അപ്പോൾ ഒരൊറ്റ മുറി റൂമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ജനലുകളൊക്കെ തുറന്നു, പിന്നെ എന്ത് ചെയ്യാണ്, അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഓപ്പൺ യാർഡ് മീൻസ് ആ
ഒരൊറ്റ ചുമരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എന്താണ്, മുറ്റമാണ് പിന്നെ വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒറ്റ മുറിയാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു തരുന്നത്. ഇറ്റ് ഹാഡ് എ ടൈഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗ്യാബിൾസ്. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഓടിൻ്റെയൊക്കെ മേൽക്കൂര കണ്ടിട്ടില്ലേ, അതുപോലെയാണ്. ഗ്യാബിൾസിൻ്റെ മീനിങ് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ദ അപ്പർ പാർട്ട് ഓഫ് ദി എൻഡ് വാൾ ഓഫ് എ ബിൽഡിംഗ് ബിറ്റ്വീൻ ദ ടു സ്ലോപ്പിംഗ് സൈഡ്സ്, ദ റൂഫ് ദാറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ ട്രയാങ്കിൾ. അല്ലേ, ഓട് വീടിൻ്റെയൊക്കെ മുന്നിൽ കണ്ടിട്ടില്ലേ ഒരു ത്രികോണം പോലെ, അതിനാണ് ഇവിടെ ഗ്യാബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൗക്കോല് അതിലിങ്ങനെ ഓരോ സപ്പോർട്ടിങ് പട്ടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഓട് വീടാണുള്ളത്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദി beam overall the wall. There was no ceiling. Ceiling means ഒരു തട്ടുംപുറമൊന്നുമില്ല, ഡയറക്റ്റ് ചുമര് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ മുകളിൽ റൂഫാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ എന്തില്ല, തട്ടുംപുറമോ സീലിംഗ് ഒന്നുമില്ല. ദെൻ there was a regular traffic on the rats to and from. To and from എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. എലികൾ കണ്ടിട്ടുണ്ടാവും ചില ഓടിട്ട വീടുകളിലൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ടാവും. അവിടെ ഈ ഓടിട്ട വീടാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ രാത്രി കസിൻസൊക്കെ കൂടെ കിടക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ തട്ടും പുറത്ത് കൂടി എന്ത് ചെയ്യുക, എലികൾ ഇങ്ങനെ പായണ പോലെ ഒരു സൗണ്ട് കേൾക്കും, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളുടെ വീട്ടിലുണ്ട് എന്ത്, എലികൾ, റാറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ടു ആൻഡ് ഫ്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ബീമിലൂടെ അങ്ങനെ പോവാറുണ്ട്. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദി വാൾ. അദ്ദേഹം വന്നു കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ട്, ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദി വാൾ, ചുമരിനോട് ചേർത്തി വെക്കുക. ഓക്കെ, ദെൻ ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. അദ്ദേഹം രാത്രി വന്ന് കിടന്ന് നോക്കി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തോ അദ്ദേഹം ഫുഡൊക്കെ കഴിച്ചു വന്ന് കിടക്കാൻ നോക്കിയപ്പോൾ ഉറക്കം വരുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താ, ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദി വരാന്ത. കുറച്ച് നേരം ആ പുറത്തൊക്കെ വരാന്തൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ചെന്ന് നിന്നു. ഫോർ എ ലിറ്റിൽ ലെയർ, കുറച്ച് കാറ്റൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ പോയി നിന്നു, അങ്ങനെയെങ്കിലും ഉറക്കം വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദ വിൻഡ് ഗോഡ് സീംസ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ എന്താണ്, അവിടെ ചെന്ന സമയത്ത് എന്തില്ല, കാറ്റൊന്നുമില്ല. വിൻഡിൻ്റെ ദേവത പണി മുടക്കിയെന്ന് തോന്നുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതൊരു വെറുതെ ഒരു ഉപമ പോലെ പറഞ്ഞതാണ്. അതിൻ്റെ ഉദ്ദേശം വരുന്നത് കാറ്റൊന്നും കിട്ടുന്നില്ല, പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ കാറ്റുമില്ല. ഇതാണ് അവസ്ഥ. ദെൻ ഇനി നിങ്ങൾ 5th പാരഗ്രാഫ് നോക്കിയേ. ഐ വെൻ ബാക്ക് ടു ദി റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദി ചെയർ. അങ്ങനെ എന്ത് ചെയ്യാണ്, അവിടെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചെങ്ങോട്ട് തന്നെ വരികയാണ്, റൂമിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ അതിലൊരു ഫോട്ടോ കണ്ടില്ലേ, അതുപോലെ അവിടെ വന്ന് ചെയറിൽ വന്ന് ഇരിക്കുക. ഐ ഓപ്പൺ ദി ബോക്സ് ബിനീത്ത് ദി ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. അദ്ദേഹം ഇരിക്കണ ആ ഒരു ടേബിളിൻ്റെ അടിയിൽ നിന്ന് ചെറിയൊരു പെട്ടി ഉണ്ടായിരുന്നു, അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബുക്ക് പുറത്തേക്ക് എടുക്കുക. ഇനിയിപ്പോൾ നമ്മളൊക്കെ പഠിക്കാനിരിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഉറക്കം വരാറ് അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എനിവേ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുസ്തകമൊക്കെ എടുത്ത് വായിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്, ദ മെറ്റീരിയ മെഡിക്ക. ഓക്കെ, മെഡിക്കലുമായി എന്തോ ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഒരു ഭാഗം, ഒരു പുസ്തകമാണെന്ന് നമുക്കിത് വിചാരിക്കാം. ഐ ഓപ്പൺ ഇറ്റ് അറ്റ് ദി ടേബിൾ on which stood the lamp and large mirror. A small comb lay beside the mirror. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം വായിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു. ആ ഇരുന്ന സമയത്ത് അദ്ദേഹം പുസ്തകമൊക്കെ എടുത്ത് മുന്നിൽ വെച്ചു. നോക്കിയപ്പോഴാണ് മുന്നിൽ എന്ത് കാണുന്നത്, ഒരു കണ്ണാടി. അല്ലേ, നമ്മളെപ്പോലെ തന്നെ നമ്മളൊക്കെ എന്താ ചെയ്യുക, പഠിക്കാനിരിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഓർമ്മ വരിക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം വായിക്കാനിരുന്ന സമയത്താണ് മുന്നിൽ നോക്കിയപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു കണ്ണാടി ഇരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് എന്ത് ഇരിക്കുന്നുണ്ട്, ഒരു ചെറിയ കോമ്പ്. എന്താ കോമ്പ് എന്ന് പറഞ്ഞാൽ ചീവാനുള്ള അല്ലേ, ചീപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ ചീപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ണാടി ഇരിക്കുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എന്തായിരിക്കും സംഭവിക്കുക. ഓക്കെ, 6ാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. ഒരു കണ്ണാടി അടുത്തുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും എന്ത് ചെയ്യും, കണ്ണാടിക്കൊന്ന് നോക്കിപ്പോവും അല്ലേ. ടെംപ്റ്റഡ് മീൻസ് എന്താ, പ്രലോഭനം അല്ലേ. ഇപ്പം എൻ്റെ മാഷ് പറഞ്ഞു തരാറുണ്ട്, നമ്മൾ ഇങ്ങനെ ബേക്കറി കടയിലൊക്കെ പോകുമ്പോൾ അവിടെ ലഡു ഇരുന്നിട്ട് എടാ എന്നെ വാങ്ങടാ എന്നിങ്ങനെ പറഞ്ഞ് ടെംപ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. ടെംപ്റ്റഡ് മീൻസ് പ്രലോഭനം. ഓക്കെ, ദെൻ
അപ്പോൾ നമുക്കൊക്കെ തോന്നുന്ന പോലെ തന്നെ കണ്ണാടി കണ്ടായാലും നോക്കിപ്പോ. അപ്പോൾ ഈ ഡോക്ടർ എന്താ ചെയ്യുന്നത് നോക്കുക. ഐ ലുക്ക് എ ലുക്ക്, ഐ ലുക്ക് എ ലുക്ക്. ഞാൻ എന്ത് ചെയ്തു, കണ്ണാടിക്ക് മെല്ലെ ഒന്നിങ്ങനെ നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിയർ. അഡ്മിയർ എന്ന് പറഞ്ഞാൽ വലിയ ആരാധന, അല്ലെങ്കിൽ എന്താ പറയുക, അഡ്മിയർ ഓഫ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൗന്ദര്യ ആരാധകൻ എന്നൊക്കെയാണ് അല്ലേ. എന്തെങ്കിലും സൗന്ദര്യമുള്ള ആളുകളെ കണ്ടങ്ങനെ നോക്കിയിരിക്കുക, അതൊക്കെ നല്ലതാണ്. നോക്കിയേ, അഡ്മിയർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ സൗന്ദര്യം തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ ആസ്വദിക്കുക അല്ലേ. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെ, നമ്മളൊക്കെ ഡെയിലി ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, ദെൻ നോക്കിയ നെക്സ്റ്റ് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഹാൻസം മീൻസ് വളരെ സുന്ദരനും സുമുഖനൊക്കെയാണ് എന്ന് അർത്ഥം. ഐ വാസ് അൺമാരീഡ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയാട്ടോ, ഇതൊക്കെ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതേണ്ടി വരും, അപ്പോൾ ഇതൊക്കെ നോക്കിക്കോളുണ്ടോ. ദെൻ ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിയർ ഓഫ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറയാണ് ഐ വാസ് അൺമാരീഡ്. എന്താ പറഞ്ഞേ, ബാച്ചിലറാണ് എന്ന്, കല്യാണം കഴിച്ചിട്ടില്ല. ആൻഡ് വാസ് എ ഡോക്ടർ, ഒരു ഡോക്ടറുമാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. ഐ പിക്ഡ് അപ്പ് ദി കോംബ് ആൻഡ് റാൻ ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റ് ദി പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ്. എന്താ പറയുന്നത്, ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന കോംബ് എടുത്തു, മുടി എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റാൻ ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റ് ദ പാർട്ടിങ്. അങ്ങനെ മുടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് ലുക്ക് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ് അല്ലെ. മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ച് നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന, അപ്പോൾ കാണുമ്പോഴൊക്കെ എന്തുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. എഗെയിൻ ഐ ഹിയർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബവ്. കുറച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ ഈ റൂമിലേക്ക് 10 മണിക്ക് വന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു സൗണ്ട് കേട്ടിരുന്നു അല്ലേ. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആ കേട്ട സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കേൾക്കാൻ തുടങ്ങി. എഗെയിൻ ഐ ഹിയർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബവ്. മുകളിൽ നിന്ന് വീണ്ടും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം വിചാരിച്ചത് എന്താണ്, അത് വല്ല എലികളൊക്കെ ആയിരിക്കും എന്നാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇറ്റ് സൗണ്ട് ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ട് ആണെന്നൊക്കെ നേരത്തെ പറയേണ്ട. ദെൻ ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഐ ലുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്, സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അത്രക്ക് സൗന്ദര്യമാണ് അവനെ കാണാൻ. അപ്പോൾ ഒന്ന് നോക്കി എന്താണ് അവൻ്റെ ഹാല് എന്നുള്ളത്. അവൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാട്ടില്ലേ. എന്തൊക്കെയുള്ളത്, വളരെ കുറഞ്ഞ പൈസയും 2 ഷർട്ടും ഒരു തുണിയുണ്ട്, ഏതോ ഒരു കോട്ടും കയ്യിലുണ്ട്. ഇതാണ് ഒരു ഡോക്ടറുടെ കയ്യിലുള്ളത്. പിന്നെ അവൻ ഭയങ്കര ചൊറുക്കാണെന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യമാണെന്നുള്ളതുകൊണ്ട് അവനെ അതങ്ങനെ ആസ്വദിച്ച് കണ്ണാടിന് മുന്നിലിരിക്കുക. ഐ ലുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. കണ്ണാടിയിൽ നോക്കുകയാണ്. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഓൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡോക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ്. നേരെ കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കുകയാണ്. ഈ ഡിസിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. നോക്കുക, ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാച്ച് ടു ലുക്ക് മോർ ഹാൻസം. ദെൻ അദ്ദേഹം പറയാണ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ എന്നും ഷേവ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീശ മൊസ്റ്റാച്ച് വെക്കുകയും ചെയ്യുമെന്ന് പറയാം. ദെൻ ടു ലുക്ക് മോർ ഹാൻസം, അങ്ങനെയാണെങ്കിൽ എന്നെ കാണാൻ ഭയങ്കര രസമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. ഷേവ് ചെയ്തിട്ട് വെറും മീശ മാത്രം വെക്കുക. ഈ മറ്റേ എന്താ പറയുക, ബിജു, നിങ്ങൾ മറ്റേ എന്താ പറയുക, നിവിൻ പോളിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഫുൾ ഷേവ് ചെയ്ത് പോലീസിൻ്റെയൊക്കെ മാതിരി. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, അതുപോലെയാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചുലർ ആൻഡ് എ ഡോക്ടർ. അദ്ദേഹം വീണ്ടും പറയാണ്, ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചുലർ ആൻഡ് ഡോക്ടർ. ഞാനൊന്നുമില്ലെങ്കിൽ ഒരു ബാച്ചുലർ അല്ലേ, ഒരു ഡോക്ടർ അല്ലേ എന്നൊക്കെ പറയാം. ഇവൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഡോക്ടർ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഞാൻ ബാച്ചുലറാണ് എന്നിങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. അത് എങ്ങോട്ടുള്ള ചാട്ടമാണെന്നുള്ളത് നമ്മൾ ഇതിൽ വരുന്നുണ്ട്, അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്. എനിവേ, ഇന്ന് നമുക്ക് 7 പാരഗ്രാഫ് എടുക്കാം. ഓക്കെ, അടുത്ത ദിവസം 8ഉം 9ഉം ബാക്കിയുള്ള പാരഗ്രാഫുകൾ അടുത്ത പാർട്ടിൽ നമുക്ക് എടുക്കാം. ഇത്രയും പോരെ ഇന്ന്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, ഇദ്ദേഹം ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു കഥ മറ്റുള്ള ആളുകൾക്ക് നരേറ്റ് ചെയ്ത് വിവരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് ഒരു സമ്മർ നൈറ്റിൽ വന്നതും അതുപോലെ തന്നെ ആ വീടിൻ്റെ രൂപം അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ അദ്ദേഹത്തിൻ്റെ ജോലി, അതുപോലെ തന്നെ അദ്ദേഹം ആ വീടിൻ്റെ കാര്യം 4ാമത്തെ പാരഗ്രാഫ് പറഞ്ഞതിന് ശേഷം 5ാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹത്തിന് ഉറക്കം വരാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ദെൻ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം രാത്രിയിൽ ഒരു കണ്ണാടിൻ്റെ മുന്നിലിരുന്നതും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.